ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ രേവതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്ന സച്ചിനെയാണ്. അപ്പൊ സച്ചിനെ കുറെ അപമാനിച്ച് രേവതിനെ കുറെ അപമാനിച്ചിട്ട് നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ഒക്കെ അങ്ങ് കയറിപ്പോയി. പക്ഷെ രവീന്ദ്രനാണെങ്കിൽ സച്ചിയോട് മിണ്ടുന്നില്ല. സച്ചിക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ രവീന്ദ്രനോട്? രവീന്ദ്രൻ സച്ചിയുടെ അടുത്ത് എന്നിട്ട് എന്താ അച്ഛ എന്നോട് മിണ്ടാത്തെ? അച്ഛൻ എന്താ മിണ്ടാതെ ഇങ്ങനെ മാറി നിൽക്കുന്നത്? അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, എന്താ അച്ഛ എന്ത് തെറ്റ് ചെയ്തെങ്കിലും ഞങ്ങളോട് പൊറുക്ക്, ക്ഷമിക്ക്. അച്ഛനല്ലാതെ വേറെ ആർക്കാ ഞങ്ങളോട് ക്ഷമിക്കാനും പൊറുക്കാനായിട്ട് പറ്റുന്നത്? അപ്പം രേവതി പറഞ്ഞു, ശരതൻ ഇനിയും പഠിക്കണം. പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അവന്റെ ഭാവി എന്താകും? അതുകൊണ്ട് അച്ഛ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പം ഇതൊരു വലിയ വിഷയമാകുന്നെന്ന് ഞാൻ കരുതിയില്ല. എന്നെ അറസ്റ്റ് ചെയ്ത മേഡം എന്നോട് ആവശ്യപ്പെടാതെ, എന്നോട് പറയാതെ, ചോദിക്കാതെ പെട്ടെന്ന് തന്നെ പോയി. എന്റെ പൊന്നു മോനെ, എന്തെങ്കിലും നേടിയെടുക്കുന്ന നേർവഴി കൂടെ ആയിരിക്കണം, അല്ലാതെ വളഞ്ഞ വഴി കൂടെ അല്ല നമ്മൾ നേടിയെടുക്കേണ്ടത്. നേർവഴി കൂടെ പോയിട്ട് നടക്കാത്തത് കൊണ്ട് അച്ഛൻ ഡ്രാമ കളിച്ചത്. ഇവളുടെ കുടുംബത്തിനോടൊപ്പം നിൽക്കണം, കുടുംബം നോക്കണം എന്നൊക്കെ അച്ഛനും കൂടെ എന്നോട് പറയാറില്ലേ? എന്നേക്കാൾ സ്നേഹം ആ കുടുംബത്തിനോട് അച്ഛനില്ലേ? അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അച്ഛൻ അത് മനസ്സിലാക്കണം. പിന്നെ ആ കുടുംബത്തിനോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ അച്ഛൻ എന്നെ അവരുമായിട്ട് രേവതിയുമായിട്ട് കല്യാണം കഴിപ്പിച്ചതൊക്കെ. അപ്പൊ പിന്നെ ആ ഒരു ചിന്ത എന്റെ മനസ്സിലില്ലേ? അതുകൊണ്ട് ആ കുടുംബം ഒരിക്കലും താന്നു പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശരിയാടാ മോനെ, നീ നല്ലത് വേണ്ടി തന്നെയാ ചെയ്തത്, സഹായിച്ചത്. പക്ഷേ അതിന് തെരഞ്ഞെടുത്ത വഴിയെ അത് തെറ്റായി പോയെന്നാ ഞാൻ പറഞ്ഞത്. എനിക്കറിയാച്ചാ തെറ്റായി പോയെന്ന്. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കൂടെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് നല്ലതിനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോനെ? അല്ല അച്ഛാ, നല്ലതിനല്ല. എനിക്കറിയാം. ലോക്കപ്പിനകത്ത് കിടക്കുമ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ ഇത് തന്നെ ആലോചിച്ച് കിടന്നത്. ഏത് നേരവും ഇങ്ങനെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം ബാധ്യത. ഹേയ്, നീ വീട്ടുകാർക്കും ബാധ്യത, നാട്ടുകാർക്കും ബാധ്യത എന്നല്ല ഞാൻ പറഞ്ഞത്. നീ ഇനി ഇത് ആവർത്തിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. ഇനി നീ പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കുവോ? ഇനി കിടക്കുമെന്ന് ചോദിച്ചാല് അറിയില്ലല്ലോ, പോലീസുകാരല്ലേ എന്നെ കൊണ്ടുപോകുന്നത്. എനിക്ക് പോയി കിടക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ലോ. ഓ, നിന്റെ ഒരു കാര്യം. എന്റെ പൊന്നടാവേ, നീ എന്നെ വിട്ടേരെ എന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രനെ ചിരിച്ചങ്ങ് തള്ളുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. നമ്മുടെ രവീന്ദ്രന്റെ ചിരി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം സച്ചിക്ക്. സച്ചി പറഞ്ഞു, കണ്ടോ രേവതി, എന്റെ അച്ഛൻ ദേഷ്യമൊക്കെ പോയത് കണ്ടോ? ഇപ്പൊ എന്റെ അച്ഛൻ ഹാപ്പി ആയില്ലേ എന്ന്. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ഹാപ്പിയായി. മറ്റുള്ളവരെ കൊല്ലാക്കൊല നടത്തിയിട്ട് മറ്റുള്ളവരെ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തിട്ട് ഹാപ്പിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്റെ പൊന്ന് സച്ചിയുടെ വരുന്നുണ്ടോ, വല്ല ചായ ഇട്ട് തരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ വർഷനാണ് കേട്ടോ. വർഷയും ശ്രീകാന്ത് പോകാൻ വേണ്ടി തുടങ്ങാണ് റെസ്റ്റോറന്റിലേക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ, അതെ എനിക്ക് ഭയങ്കര പനിയാ, ഇന്ന് പോകണ്ട ശ്രീകാന്ത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, പനിയുണ്ടെന്നോ നിനക്ക്? ഇങ്ങ് വന്നേ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് തൊട്ട് നോക്കിയപ്പോ പൊള്ളിപ്പോവാ. ഷോ, ഇത് എന്താടി വർഷ, നീ നേരത്തെ പറയാതിരുന്നത്? നിനക്ക് പറയത്തില്ലായിരുന്നോ? നല്ല ആളാ, പനിയൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണോ അറിയേണ്ടത്? ഇന്നലെ ഫുള്ള് എന്റെ അടുത്ത് കിടന്ന ആളല്ലേ, എന്നിട്ട് അറിഞ്ഞോ? അത് പിന്നെ ഇന്ന് ഡബ്ബിങ് കാണില്ല, അതുകൊണ്ട് ഉറങ്ങുമായിരിക്കുന്നല്ലേ ഞാൻ കരുതിയത്. അതാ ഞാൻ മൈൻഡ് ചെയ്യാത്തത്. രാത്രി നല്ല പനി ഉണ്ടായിരുന്നു സജ്ജട്ട്, തീരെ വയ്യ, എനിക്ക് നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. നേരത്തെ പറയുമായിരുന്നെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമായിരുന്നല്ലോ. വേണ്ട, ഹോസ്പിറ്റലിലൊന്നും പോകണ്ട, ഞാൻ ടാബ്ലറ്റിലൊക്കെ കഴിച്ചതാ. സ്റ്റുഡിയോയിലും പോകാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് ലീവ് എടുത്തു. ശ്രീകാന്തെ, നീ ഇന്ന് ലീവ് പറഞ്ഞേക്ക് ശ്രീകാന്തെ. റെസ്റ്റോറന്റിലൊന്നും പോകണ്ട, എന്റെ അടുത്ത് ഇവിടെ വന്ന് ഇരുന്നാ മതി. ഞാൻ ലീവ് എടുക്കാനോ? അതെന്താ, നിന്റെ വൈഫിനും ഫീവറാ? അപ്പൊ കൂടെ എടുക്കണമെന്ന് നിനക്ക് തോന്നുന്നില്ലേ? എന്നാ ശ്രീകാന്ത് ഇത്? അത് പിന്നെ ഇന്ന് വലിയൊരു ഓർഡർ ഉണ്ട്, വരണം, ലീവ് എടുക്കരുത് എന്നൊക്കെ പ്രത്യേകം പറഞ്ഞതാ. അപ്പൊ ഞാൻ ലീവ് എടുക്കുന്നത് ശരിയാണോ? എന്നാലും ശ്രീകാന്തെ, റെസ്റ്റോറന്റ് വേറെ ഷെഫുമാരൊക്കെ ഇല്ലേ ശ്രീകാന്തെ? ഇന്ന് ലീവ് എടുത്ത് എന്റെ കൂടെ ഇരിക്കും ശ്രീകാന്തെ, പ്ലീസ്. ഞാൻ വേണമെങ്കിൽ പോയിട്ട് ഉച്ചയ്ക്ക് വരാൻ നോക്കാം. എനിക്ക് അസുഖം വന്നാൽ ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും കഴിയത്തില്ല ശ്രീകാന്തെ. വീട്ടിലാണെങ്കിലേ അമ്മ എന്റെ കൂടെ തന്നെ കാണും എപ്പോഴും, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത്. ശ്രീകാന്ത് എന്റെ കൂടെ തന്നെ നിൽക്ക്. എന്നെക്കാളും വലുതാണോ ശ്രീകാന്തിന്റെ ജോലി? ആണോ? എന്നെക്കാളും വലുതാണോ? നിന്നെക്കാളും വലുതൊന്നും അല്ല എനിക്ക് ജോലി. പക്ഷെ ജോലിക്ക് പോകാതിരുന്നാൽ ശരിയാകുമോ? നിന്നെക്കാൾ വലുതായിട്ട് എനിക്ക് മറ്റൊന്നും ഇല്ല പക്ഷേ. എങ്കില് ലീവ് വിളിച്ച് പറ, എനിക്കിന്ന് ശ്രീകാന്തിന്റെ അടുത്ത് കിട്ടണം. എന്റെ പൊന്നു ശ്രീകാന്ത്, പ്ലീസ് ലീവ് വിളിച്ച് പറ. നീ എന്താ ആലോചിക്കുന്നത്? നീ ലീവ് വിളിച്ച് പറ. അതെ, എന്താ ഇപ്പൊ പറയാ? വൈഫിന് സുഖമില്ല, അതുകൊണ്ട് വരില്ല എന്ന് വിളിച്ച് പറ. അപ്പോഴത്തേക്ക് തന്നെ ശ്രീകാന്തിന്റെ ഫോണിലേക്ക് നമ്മുടെ പ്രിയ വിളിക്കുകയാണ് കേട്ടോ. അതായത് റെസ്റ്റോറന്റ് ഓണർ വിളിക്കുകയാണ്.
അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു ആ ഫോണിൽ തന്നെ ഞാൻ പറഞ്ഞോളാം. അയ്യോ വേണ്ട വേണ്ട ഞാൻ പറഞ്ഞോളാം എന്നും പറഞ്ഞ് ഫോൺ എടുത്തു. അപ്പോഴത്തേക്ക് വർഷ പറഞ്ഞ് സ്പീക്കറിൽ ഇടണേ. അപ്പൊ സ്പീക്കറിൽ ഇട്ടു. ഹലോ, എന്താ പ്രിയെ വിളിച്ചത്? പറ. വേറെ അറിയൂ? അത് പിന്നെ ഞാൻ വീട്ടിലുണ്ട്. വീട്ടിലുണ്ടായാൽ മതിയോ? ലേറ്റ് ആയില്ലേ? എന്താ ഇതുവരെ വരാത്തത്? അത് അത് പിന്നെ ഇന്നെനിക്ക് ഒരു ലീവ് വേണമായിരുന്നു. വാട്ട് ലീവോ? എന്തിനു ലീവ്? എന്റെ പൊന്നോ, നോ വെയിറ്റ്. ദേ ഇന്നൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഫുഡ് ഓർഡർ ഉണ്ട്, അറിയാലോ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലായിരുന്നു അത്? ഓ പറഞ്ഞായിരുന്നു, അത് ഓർമ്മയുണ്ട് എനിക്ക്. വൈഫിനെ തീരെ സുഖമില്ല, അതുകൊണ്ടാ. ഫീവർ ആന്നേ, അതുകൊണ്ടാണ് ഞാൻ ലീവ് വേണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഓ ശ്രീകാന്ത്, ഇതൊരു വലിയ ഓർഡറാ. ഇത് കരണം ചെയ്ത് കൊടുത്താലേ നമുക്ക് ഒരു 100 ഓർഡേഴ്സ് കൂടുതൽ കിട്ടും. അതൊക്കെ അറിയാം, എങ്കിലും വാട്ട് ഈസ് ദിസ്? താൻ എന്തായി കാണിക്കുന്നത്? താൻ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്. താൻ വന്നേ പറ്റൂ. താൻ ഇല്ലാതിരുന്നാൽ ശരിയാവില്ല. അത് പിന്നെ വൈഫിന് തീരെ വല്ല പ്രിയ, അതുകൊണ്ടാ ഞാൻ കൂടെ തന്നെ വേണം. ഓ വാട്ട് ഈസ് ദിസ് ശ്രീകാന്ത്? ഞാൻ പറയുന്നൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഇയാളുടെ ഒരു ജോയിന്റ് ഫാമിലി ആണെന്നല്ലേ പറഞ്ഞത്? വൈഫിനെ നോക്കാൻ അവിടെ വേറെ ആരുമില്ലേ? വേറെ ആരെങ്കിലും വൈഫിനെ നോക്കത്തില്ലേ? അത് പിന്നെ സി ദേ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഇത് ഞാൻ ആദ്യം എടുത്ത വലിയ ഓർഡർ. നീ എന്നെ ഒന്ന് മനസ്സിലാക്ക. ലീവ് തരാൻ എനിക്ക് പറ്റില്ല. നീ മസ്റ്റ് ആയിട്ട് വരണം. ദേ പെട്ടെന്ന് വരാൻ നോക്ക്. മസ്റ്റ് കം ഹിയർ, മറക്കരുത്. ദേ പെട്ടെന്ന് വരണം കേട്ടോ. ബൈ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു കേട്ടോ. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ വർഷയ്ക്ക് വന്ന കാലി. വർഷ പറഞ്ഞു, എന്തിനാ നീ അവളോട് ചെല്ലാന്ന് പറഞ്ഞത്? നീ പറഞ്ഞത് കേട്ടതല്ലേ? ലീവ് തരാൻ പറ്റില്ല എന്ന് പറയാൻ അവൾ ആരാ? ഒരു എംപ്ലോയിക്ക് ഒരു അത്യാവശ്യം വന്ന ലീവ് എടുക്കണ്ടേ? ഇത് എവിടത്തെ? ഇതിന്റെ വെള്ളരിക്കപ്പെട്ടണോ? നീ ഇന്ന് പോകണ്ട പോകണ്ട പോകണ്ട. പോകാതിരിക്കാൻ പറ്റില്ല വർഷ. പോയില്ലെങ്കിൽ പിന്നെ അവിടെ ജോലി കാണില്ല. ജോലി പോവുകയാണെങ്കിൽ പോട്ടെ, നമുക്ക് പുതിയ റെസ്റ്റോറന്റ് തുടങ്ങാം. പുതിയ റെസ്റ്റോറന്റ് തുടങ്ങാനൊക്കെ സമയം എടുക്കും, ഒത്തിരി ക്യാഷ് വേണം. ഇപ്പം ഇവിടെ നല്ല സാലറി കിട്ടുന്നുണ്ടല്ലോ, അതൊന്നും വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല വർഷ. ജോലി പോയാല് വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ പോവാ. അപ്പൊ ശ്രീകാന്ത് പോവാ? നീ ടാബ്ലറ്റ് കഴിച്ചെന്നല്ലേ പറഞ്ഞത്? പെട്ടെന്ന് ശരിയാകും. ഞാന് രേവതിയോട് പറഞ്ഞിട്ട് പോകാം. ഏടത്തിന്റെ നന്നായിട്ട് നോക്കിയോളൂ. അല്ല, എന്റെ ഹസ്ബൻഡ് നീയാണോ രേവതി എടുത്തിയാണോ? പറ. ഓ എന്റെ പൊന്നു വർഷം, നീ പറയുന്നൊന്നും മനസ്സിലാക്ക്. ഇപ്പൊ ഞാനാണ് കിടക്കുന്നതെങ്കിൽ ഇപ്പം അർജന്റ് ആയിട്ട് നിന്നെ ആരെങ്കിലും വിളിച്ചാൽ നീ പോവില്ലേ? ഇല്ല, ഞാൻ ഒരിക്കലും പോവില്ല. ശ്രീകാന്ത് വയ്യാതെ കിടക്കുന്നത് കണ്ട ഞാൻ പോവില്ല, എനിക്കിതിന് പറ്റില്ല. നീ എന്നെ ഒന്ന് മനസ്സിലാക്ക. പ്രിയ എന്നെ വിശ്വസിച്ചിട്ടല്ലേ ഈ ഓർഡർ എടുത്തത്. ഞാൻ പോയില്ല, അത് വലിയൊരു ചതിയാവില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ നീ കേക്കില്ലല്ലേ? നിനക്ക് കേക്കണ്ടല്ലേ? എനിക്ക് പോയേ പറ്റൂ പക്ഷെ, എനിക്ക് പോയേ പറ്റൂ. അതെ, ഞാൻ പോയിട്ട് വരാം. നീ എന്തെങ്കിലും റെസ്റ്റ് എടുക്ക, ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, പനി മാറിയില്ലെങ്കിൽ നമുക്ക് ഡോക്ടറിനെ കൊണ്ട് കാണിക്കാം, അല്ലെങ്കിൽ ഞാൻ ഏടത്തിയോട് പറഞ്ഞേക്കാം. ബൈ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് പോവാണ് കേട്ടോ. ഏതായാലും ശ്രീകാന്ത് ചെയ്ത് വളരെ മോശമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ജോലി ഒരു ഭാഗത്ത് ശരിയാണ്, ജോലി ഒരു ഭാഗത്ത് വേണം. എങ്കിൽ പോലും ഭാര്യയ്ക്ക് ഒരു ആഗ്രഹം വരുമ്പോ ഭർത്താവല്ലേ സാധിച്ചു കൊടുക്കേണ്ടത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് ഹോട്ടലിൽ ഇങ്ങനെ നിന്ന് ഇങ്ങനെ പണി ചെയ്യാണ്, സബോളയൊക്കെ അരിയാണ്. അപ്പോഴത്തേക്ക് വേറൊരാൾ വന്നിട്ട്, അതെ പെട്ടെന്ന് ശ്രീകാന്തെ, പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് കൊടുക്കണം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. മേഡം അവിടെ നിന്ന് തിരക്കുന്നുണ്ട്. ഇന്ന് എന്ത് പറ്റിയടാ നിനക്കൊരു മൂഡ് ഔട്ട്? നീ പെട്ടെന്ന് ചെയ്യുന്നില്ലല്ലോ ഒന്നും. അതിന് വൈഫിന് നല്ല സുഖമല്ല, ഫ്യൂറാ. എന്നിട്ട് നീ വന്നല്ലോ. ഞാനായിരുന്നെങ്കിലേ ലീവ് എടുത്ത് വീട്ടിൽ ഇരുന്നേനെ വൈഫിനെ നോക്കാനായിട്ട്. നീ പെട്ടെന്ന് ചെയ്യ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവാണ്. ഇതുകൂടെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തിന് ഒരു വിഷമം. അപ്പൊ ഭർത്താക്കന്മാർ ഇങ്ങനെയാണോ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കുമെന്നൊക്കെ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി അടിച്ചു വാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് ദേ വർഷ വരുവാണ് കേട്ടോ. വർഷ പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ ഇറങ്ങുവാട്ടോ എന്ന് പറഞ്ഞു. നീ ഇതെവിടെ പോവാ? നിനക്ക് പനിയാണ്, ശ്രദ്ധിക്കണം എന്നൊക്കെ ശ്രീകാന്ത് എന്നോട് പറഞ്ഞായിരുന്നു. ഇത്ര പെട്ടെന്ന് പനിയൊക്കെ മാറിയോ? അല്ല നല്ല ചൂടുണ്ടല്ലോ, എന്നിട്ട് നീ ഇതെങ്ങോട്ടാ? അത് പിന്നെ പനി മാറിയിട്ടൊന്നും ഇല്ല ചേച്ചി. അല്ല പിന്നെ നീ പെട്ടിയൊക്കെ ആയിട്ട് എങ്ങോട്ട് പോവാ? എവിടെയും പോകണ്ട, നീ റെസ്റ്റ് എടുക്ക. നീ ഒന്നും കഴിച്ചില്ലല്ലോ, ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ട് വരാം. ചേച്ചി വേണ്ട ചേച്ചി, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. വീട്ടിലേക്കോ? സുഖമില്ലാത്തപ്പോ നീ നിന്റെ വീട്ടിലേക്ക് എന്തിനാ പോകുന്നത്? നീ പോയി റെസ്റ്റ് എടുക്ക. ഇല്ല, ഞാൻ പോയി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാം, എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് പിന്നെ എന്റെ ഹസ്ബൻഡിനെ കെയർ ചെയ്യണം, എന്റെ കൂടെ നിൽക്കണം എന്നൊക്കെ വിചാരിക്കുന്നത് തെറ്റാണോ? ഒരിക്കലും ഒരിക്കലും തെറ്റല്ല. പക്ഷേ ശ്രീകാന്തിന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് സുഖമില്ല, ലീവ് എടുക്ക് കൂടെ ഇരിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ കേൾക്കുന്നില്ല. അവന് ഓർഡർ വിളിച്ചു, അർജന്റ് ജോലി ഉണ്ടെന്ന് പറഞ്ഞു പോയി. അവൻ എന്നെക്കാൾ മുഖ്യം ജോലി തന്നെയല്ലേ. ഞാൻ പനിച്ചു കിടക്കുന്നത് കണ്ടിട്ടും അവൻ പോയില്ലേ? അവൻ പോട്ടെ, രാവും പകലും അവൻ പോയി റെസ്റ്റോറന്റ് നിൽക്കട്ടെ, ഞാൻ പോയി എന്റെ വീട്ടിൽ നിന്നോളാം. അയ്യോ പക്ഷേ നിക്ക്, നിന്നെ നോക്കണം, നിന്നെ പനി കൂടുതലാണെങ്കിൽ എന്നെ വിളിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടാ ശ്രീകാന്ത് പോയത്.
എന്നെ നോക്കാൻ രേവതി ചേച്ചിയോട് അവൻ പറയണോ? അല്ലെങ്കിൽ രേവതി ചേച്ചി എന്നെ നോക്കില്ലേ? എനിക്കറിയാലോ. പക്ഷേ അവൻ അങ്ങനെയല്ല. ഒരു ദിവസം പോലും അവന് ലീവ് എടുക്കാൻ പറ്റില്ല എനിക്ക് വേണ്ടി. അത്രയ്ക്കുണ്ട് അവൻ എന്നോടുള്ള സ്നേഹം. തേങ്ങാ കൊലയാ അവൻ എന്നോടുള്ളത്. അത് പിന്നെ അവൻ പോയത് ശരിയല്ല എനിക്കറിയാം. പക്ഷെ നിന്നോട് സ്നേഹമില്ലെന്നൊന്നും അല്ല അതിനർത്ഥം. ദേ, നീ ഇങ്ങനെ പിണങ്ങി വീട്ടിലേക്ക് പോകരുത് കേട്ടോ. നീ ഇവിടെ നിൽക്ക്, ഞാൻ ശ്രീകാന്തിനെ വിളിച്ച് വരാൻ പറയാം. വേണ്ട ചേച്ചി, അവനെ വിളിക്കണ്ട. എന്റെ കൂടെ ഇരിക്കണമെന്ന് അവന് തോന്നിയില്ലല്ലോ. ദേ, ഇനിയിപ്പം ചേച്ചി വിളിച്ചു പറഞ്ഞിട്ട് വേണോ ഇങ്ങോട്ട് വരാന്? അല്ല, ചേച്ചിയുടെ തലയിൽ പരിക്ക് പറ്റിയപ്പം സച്ചിട്ട് ചേച്ചിയുടെ കൂടെ ഇരുന്നില്ലേ? എപ്പോഴും ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ചേച്ചി പൂ വിൽക്കാൻ പോയപ്പോ പോലും ചേച്ചിയുടെ കൂടെ വന്നില്ലേ? അങ്ങനെയാ ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താക്കന്മാര്. നിങ്ങള് പരസ്പരം ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചവരല്ലേ? എന്നാലോ ഞങ്ങളോ പരസ്പരം ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചവരാ. എന്നിട്ട് എന്താ അർത്ഥമുണ്ട്? എന്റെ അച്ഛനെ അമ്മേനൊക്കെ വിട്ട് ഞാൻ ഇവന്റെ കൂടെ ഇറങ്ങി വന്നത് ഇവന് വിശ്വസിച്ചിട്ടല്ലേ? എന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവൻ എന്നെ തനിച്ചാക്കിയിട്ട് ഇറങ്ങി പോയില്ലേ? ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് നിൽക്കണ്ട, ഞാൻ പോവാ ചേച്ചി, ഞാൻ പോവാ. അയ്യോ വർഷേ, നിക്ക് വർഷേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നിട്ട്, അല്ല വർഷേ, നീ ഇതെവിടെ പോവാ? അത് പിന്നെ ഞാൻ വീട്ടിൽ പോവാ. ഇതല്ലേ നിന്റെ വീട്? ഇത് എന്റെ വീടല്ല, ഇത് ശ്രീകാന്തിന്റെ വീടാ, ഞാൻ വീട്ടിൽ പോവാ. എന്താ വർഷേ, പ്രശ്നം എന്താ? അത് പിന്നെ ഞാൻ പോവാ. അപ്പോഴത്തേക്ക് രേവതി അവിടെ നിൽക്കുന്നത് കണ്ടതും നമ്മുടെ ചന്ദ്ര ചോദിച്ചു, നീ എന്തെങ്കിലും ഇവിടെ പറഞ്ഞോ? നിന്റെ വിചാരം എന്താടി? എന്റെ പൊന്നമ്മയെ എല്ലാത്തിനും എന്റെ നേരെ വരാതെ. ശ്രീകാന്തും വർഷയും തമ്മില് ഇവര് കുറച്ച് പ്രശ്നമുണ്ട്, അതാ. അവനായിട്ടുള്ള പ്രശ്നം. അവൻ പ്രശ്നം ഉണ്ടാക്കുന്നവനല്ലല്ലോ. അപ്പം ആന്റി ഞാനാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്? അയ്യോ ആന്റി, അങ്ങനെ പറഞ്ഞതല്ല. നീ പ്രശ്നക്കാരിയാണല്ല പറഞ്ഞത്. നീ അകത്തേക്ക് വാ, നമുക്ക് എന്താ നടന്നതെന്ന് സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കണ്ട ആന്റി, ഞാൻ എന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാ. അയ്യോ മോളെ, നീ പെട്ടിയും തൂക്കി നിന്റെ വീട്ടിലേക്ക് പോയാല് അവരെന്താ വിചാരിക്കുക? മോള് ബാ, നമുക്ക് സംസാരിക്കാം. വേണ്ട ആന്റി, നമുക്കൊന്നും സംസാരിക്കണ്ട, ഞാൻ വീട്ടിൽ പോവാ. ആന്റി, ശ്രീകാന്തിനെ എന്നെ ബോറടിക്കാൻ തുടങ്ങി. എന്റെ കൂടെ ഇരിക്കാൻ പോലും അവന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ പെട്ടിയും കിടക്കെ എടുത്ത് പോവാണ് കേട്ടോ. പോകല്ലേ വർഷേ, പോകല്ലേ മോളെ എന്നൊക്കെ രേവതിയും ചന്ദ്രമതിയും മാറി മാറി പറഞ്ഞിട്ടും പോയി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എന്താടി രേവതി ഇവൾ ഇങ്ങനെ? ഞാൻ പോകലെന്ന് പറഞ്ഞിട്ട് അവള് പോയില്ലേ? എന്റെ വാക്കിന് ഇച്ചിരി എങ്കിലും വില ഉണ്ടായിരുന്നെങ്കിൽ അവള് പോവായിരുന്നോ? ഈ വീട്ടില് എനിക്ക് ഒരു വിലയുമില്ല, ആർക്കും എന്നോടൊരു ബഹുമാനവും ഇല്ല. എല്ലാവരും എന്നെ ഇട്ട് വട്ടം ചുറ്റിക്കുക. ഓരോരുത്തർ അവനവന്റെ ഇഷ്ടത്തിന് കിടന്ന് ആടുക. കെട്ടിയന്മാരെ പറഞ്ഞാൽ മതിയല്ലോ ഇതിനൊക്കെ. അവരെ ഒന്നിനും കൊള്ളാത്തത് കൊണ്ടാ, കെട്ടിയന്മാരെ ഒന്നിനും കൊള്ളാത്തത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ കയറി പോവാ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്നപ്പോ ദേ നിൽക്കുന്നു ഒരുത്തൻ. ശ്രീകാന്തിന് എവിടെ നിന്നാണോ ഇവളെ കിട്ടിയത്? പ്രണയിച്ച് കൂട്ടിക്കൊണ്ടുവന്നൊരു മുതല്. എന്റെ ഫോൺ എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കലി പിടിച്ച് ചന്ദ്രൻ അങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വന്നിട്ട്, രേവതി എന്താ പ്രശ്നം? എനിക്കത് മനസ്സിലാവുന്നില്ല. പെട്ടിയും തൂക്കി വർഷ പോകുന്നത് കണ്ടല്ലോ, നീ ഒന്നും ചോദിച്ചില്ലേ? അത് പിന്നെ ശ്രീകാന്തും വർഷയും തമ്മിൽ വഴക്ക് കൂടി പിണങ്ങി അവള് അവളുടെ വീട്ടിലേക്ക് പോയേക്കാം. ശ്രീകാന്തുമായിട്ട് വഴക്ക് കൂടിയെന്നോ? ഓഹോ, ഈ വീട്ടില് സച്ചേട്ടൻ മാത്രമാണ് ഭാര്യയായിട്ട് വഴക്ക് കൂടുന്നതെന്നല്ലേ പറയാറുള്ളത്. ഇപ്പൊ എന്റെ അനിയനും വഴക്കുണ്ടാക്കാൻ തുടങ്ങിയില്ലേ? എനിക്കൊരു കൂട്ടായി. എന്റെ പൊന്നു സച്ചേട്ട, പോന്ന ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല, എന്താണാവോ വഴക്കിന് കാരണം? അതങ്ങ് പറഞ്ഞേ. അത് വർഷയ്ക്ക് പനിയാണെന്നേ. ഓ, അതാണോ കാരണം? ഇന്ന് ലീവ് എടുത്ത് അവളുടെ കൂടെ ഇരിക്കണമെന്ന് വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു. അവനത് കേൾക്കാതെ ജോലിക്ക് പോയി. ഓ, ഭാര്യയ്ക്ക് സുഖമില്ലാതെ നീ ഇരിക്കുമ്പോ കൂടെ നിൽക്കണ്ടേ? ഇതിനെന്ത് പണിയായി കാണിച്ചത്? അത് ശരിയല്ലല്ലോ. ഭാര്യയ്ക്ക് പനി വന്ന ഭർത്താവിന് പനി വരുന്ന പോലെ തന്നെയല്ലേ? ശ്രീകാന്ത് നീ ഇവിടുത്തെ കൂടെ ഇരിക്കണമായിരുന്നു. സച്ചേട്ട ഇങ്ങനെ ലാഘവത്തിൽ ഇത് കാണല്ലേ? വർഷേനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല വിഷമം തോന്നും. അവൾക്ക് നല്ല പനിയുണ്ട്. അവളുടെ വീട്ടിലേക്കല്ലേ പോയത്. അവളുടെ അമ്മ നോക്കിക്കോളും. ഈ പിടക്കത്തിനൊക്കെ 1-2 ദിവസത്തെ ആയുസല്ലേ ഉള്ളൂ, അതൊക്കെ മാറിക്കോളുന്നേ. അതൊക്കെ ശരിയാ. എങ്കിലും എനിക്ക് എന്തോ ഒരു സങ്കടം തോന്നുവാന്ന്. ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസ്റ്റോറന്റ് ആണ് കേട്ടോ. അപ്പൊ റെസ്റ്റോറന്റില് പ്രിയ ചെന്ന് എല്ലാം ഇങ്ങനെ ചോദിക്കുകയാണ് അവിടെ ഇരിക്കുന്നവരോട്. എല്ലാ ഓർഡേഴ്സും കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കണം. ഒരിക്കലും നമ്മുടെ റെസ്റ്റോറന്റിനെ അത് ബാധിക്കരുത്. അല്ല, ശ്രീകാന്തിനെ കണ്ടില്ലല്ലോ. അപ്പൊ ശ്രീകാന്തിന്റെ അടുത്തേക്ക് നമ്മുടെ പ്രിയ പോവുകയാണ് കേട്ടോ. ശ്രീകാന്ത് വല്ലാത്തൊരു ടെൻഷനിലാണ് കേട്ടോ ഉള്ളത്. എല്ലാം ഓർഡറൊക്കെ കൊടുത്ത് സെറ്റൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിന് ഭയങ്കര കൺഫ്യൂഷനും താൻ ചെയ്തത് തെറ്റാണോ എന്നൊക്കെ ഒരു തോന്നലൊക്കെ. അപ്പൊ പ്രിയ അടുത്തേക്ക് വന്നു. അല്ല ശ്രീകാന്തെ, നിന്റെ ഭാര്യയ്ക്ക് പനിയാണെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? അറിയില്ല എനിക്ക്. എന്റെ പൊന്നു ശ്രീകാന്തെ, ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാലോ, അതുകൊണ്ടാ ഞാൻ വരാൻ പറഞ്ഞത്. നീ വന്നത് കൊണ്ട് പെട്ടെന്ന് വർക്ക് തീർന്നു. നീ നിന്റെ വൈഫിനെ ഒന്ന് വിളിച്ച് സംസാരിക്ക്. അവർക്ക് ചിലപ്പോൾ വിഷമം തോന്നിയാലോ. അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്തിന് ഒരു ഫോൺ കോൾ വരിക. വേറെ ആരുമല്ല, ചന്ദ്രയാട്ടോ വിളിക്കുന്നത്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞ് വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. സംസാരിച്ചോ? എന്നാ പിന്നെ ശരി പ്രിയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് മാറിപ്പോയി കേട്ടോ. പക്ഷെ നമ്മുടെ പ്രിയയ്ക്ക് ശ്രീകാന്തിനോട് എന്തോ ഉണ്ട്. അപ്പൊ നമ്മുടെ ചന്ദ്രയെ വിളിക്കുന്നത്. ചന്ദ്ര വിളിച്ചിട്ട്, അതെ നീ ജോലിയിലാണോ?
ആ അതെ ജോലിയിലാ. അല്ല എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞു. നിന്റെ കെട്ടിയവൾ എന്താ ഇങ്ങനെ? ഞാൻ പറയുന്നത് കേൾക്കാതെ അവള് പെട്ടിയും തൂക്കി അവളുടെ വീട്ടിലേക്ക് പോയി. ഏ വർഷ വീട്ടിലേക്ക് പോയെന്നോ? എന്തിന്? എന്തിനാണെന്ന് നിനക്കല്ലേ അറിയത്തുള്ളൂ. ഞാൻ ചോദിച്ചപ്പോ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞു. നീ ഇവിടെ ഇരിക്കെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ടേ അവള് കേട്ടില്ല. എന്റെ വാക്കിന് വില വെക്കാതെ അവൾ അവളുടെ പാട്ടിന് ഇറങ്ങിപ്പോയി. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അത് അത് പിന്നെ ഞങ്ങൾ തമ്മില് പ്രശ്നം എന്താന്ന് ചോദിച്ചാല് അവക്ക് പനിക്കുന്നുണ്ടായിരുന്നേ. ലീവ് എടുത്ത് അവളുടെ കൂടെ ഇരിക്കാൻ വേണ്ടി അവൾ ആവശ്യപ്പെട്ടു. അർജന്റ് വർക്ക് ഉള്ളത് കൊണ്ട് ഞാൻ റെസ്റ്റോറന്റിലേക്ക് വന്നു. എനിക്ക് വരേണ്ടി വന്നു. ആ ദേഷ്യത്തിലായിരുന്നു അവള്. ഓ അതായിരുന്നല്ലേ കാര്യം. അതുകൊണ്ടാണ് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. സാധ്യതയുണ്ട് അതായിരിക്കും. ഓ കഷ്ടം. നിനക്ക് പിന്നെ ജോലിക്ക് പോണ്ടേ? അവളെ നോക്കി ഇവിടെ ഇരുന്നാ മതിയോ? അല്ലെങ്കിലും നീ എന്തിനാ അവളുടെ കൂടെ ഇരിക്കുന്നത്? ഏ നീ കൂടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അസുഖം മാറുമോ? ഇല്ലല്ലോ. മെഡിസിൻ കഴിക്കണം, ആശുപത്രി പോകണം. നീ ഡോക്ടർ അല്ലല്ലോ. ഈ ഒരു സമയത്ത് സച്ചി രേവതി ഇത് കേൾക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി രേവതിയോട് കുത്തിത്തിരിപ്പ് തുടങ്ങി. എന്തിനാ അമ്മ ഇങ്ങനെ തുടങ്ങുന്നത്? സച്ചേട്ടാ കേക്ക് ഇനിയും വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ദേ നീ വരണ്ടാട്ടോ, നീ വരരുതേ. ശ്രീകാന്തനോടൊട്ടോ പറയുന്നത്. ദേ ജോലി വിട്ടിട്ട് കെട്ടിയോളുടെ കൂടെ ഇരിക്കരുത് കേട്ടോ. നിന്റെ അച്ഛൻ ഡ്രൈവർ ജോലി ചെയ്യുന്ന സമയത്തെ എനിക്ക് അസുഖം വന്നിട്ടില്ലേ? ആഹാ അദ്ദേഹം ജോലിക്ക് പോകാതെ എന്റെ കൂടെ ഇരിക്കുമായിരുന്നോ? ഒരിക്കലും അങ്ങനെ ഇരുന്നിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയുവാണ്, ഇവരുടെ കൂടെ ഇരിക്കാതിരിക്കാനല്ലേ അച്ഛൻ ജോലിക്ക് പോകുന്ന രേവതി. എന്റെ പൊന്ന് സച്ചിട്ട വെറുതെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ചന്ദ്ര പറയാണ് ശ്രീകാന്തിനോട്, എന്നെ ഉണ്ടല്ലോ അയലോക്കത്തോ ഒക്കെ ഏൽപ്പിച്ചിട്ടാണ് നിന്റെ അച്ഛൻ പൊക്കോണ്ടിരുന്നത്. എനിക്ക് പനിയുള്ളപ്പോഴൊക്കെ ഞാന് ആ സമയത്ത് പിണങ്ങി പോണ്ടതല്ലേ. എന്നിട്ട് പിണങ്ങി പോയോ? ഓ എന്റെ പൊന്ന് ശ്രീകാന്തെ, നീ പറയുന്നത് കേക്ക്. നീ ഒന്നും അവളുടെ കൂടെ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് പിന്നെ അങ്ങനെയൊന്നും അല്ല. ഞാൻ അവളുടെ കൂടെ അവിടെ നിൽക്കണമായിരുന്നു. എനിക്കിപ്പോ വിഷമമുണ്ട്. എന്തിന്? നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവള് നിന്റെ അവസ്ഥ മനസ്സിലാക്കണമായിരുന്നു. അവള് പറയുന്നത് നീയല്ല, നീ പറയുന്ന അവളാ കേൾക്കേണ്ടത്. അങ്ങനെയാ ഭാര്യയും ഭർത്താവും. അവള് നിന്നെ അനുസരിച്ചാ നിൽക്കേണ്ടത്. എടാ അവളോട് ഈ അമ്മയെ കണ്ട് പഠിക്കാൻ പറയടാ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഒറ്റ ജെട്ടെ, എന്റെ പൊന്നിനെ അവധി തീർന്നടിയെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ സച്ചി കാണിക്കുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയാണ്, നീ ഈ കാലം അത്രയും നിന്റെ അച്ഛൻ പറയുന്ന അനുസരിച്ച് ജീവിച്ചവനാ ഞാന്. അപ്പൊ നമ്മുടെ സച്ചി അവിടെ നിന്ന്, എന്റെ ഓടയ തമ്പുരാനെ ഞാൻ എന്താ ഈ കേൾക്കുന്നത് രേവതി എന്ന്. അപ്പൊ രേവതി പറഞ്ഞു മിണ്ടാതിരിക്കുക. ഈ സമയത്ത് വീണ്ടും നമ്മുടെ ചന്ദ്ര പറയുവാണേ, ദേ ഈ ഭാര്യയുടെ മഹത്വത്തെ കുറിച്ച് അറിയത്തില്ല. ഞാൻ ആരാണെന്നറിയാമോ? ഞാനേ എന്റെ ഭർത്താവിനെ നോക്കി എന്റെ ഭർത്താവ് കേട്ട അനുസരിച്ച് ജീവിച്ചവളാണ്. അത് നീ അവളോടൊന്ന് പറഞ്ഞു കൊടുക്ക്, എന്നെ കണ്ടുപിടിക്കാൻ പറ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വീണ്ടും അവിടെ കിടന്ന് ഭയങ്കര ചിരി കേട്ടോ. ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ അവളെ പോയി കൂട്ടിയിട്ട് വരാം അവളുടെ വീട്ടിൽ ചെന്നിട്ട്. നീയേ അവളുടെ ഭാര്യയല്ല, നീ അവളുടെ ഭർത്താവാ. അവളെ കൂട്ടിയിട്ട് വരാനോ? അവളുടെ അഹങ്കാരത്തിന് ഇറങ്ങിപ്പോയിട്ട് നീ എന്തിനാടാ പുറകെ പോകുന്നത്? അന്തസ് വേണോടാ അന്തസ്. ചുമ്മാ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഗുണമില്ലാതെ ഇങ്ങനെ ഇരിക്കാതെടാ. നിന്നെ വില വെക്കില്ല അവൾ ഇങ്ങനെ പോയി കഴിഞ്ഞാല്. നീ അവളെ കൂട്ടിക്കൊണ്ട് വരുവേ ചെയ്യരുത്. അവളുടെ വീട്ടിൽ ചെയ്യുകയോ കാണുകയോ ചെയ്യരുത്. അങ്ങനെ ഇരുന്നാലേ അന്തസ്സും വിലയും നിലയും നീ ഒരു ഭർത്താവാണെന്നും അറിയത്തുള്ളൂ. അവൾക്ക് തോന്നുമ്പോ വരട്ടെ, നീ ആയിട്ട് കൂട്ടിക്കൊണ്ട് വരുവേ വേണ്ട. അങ്ങനെ ചെയ്താല് പിന്നെ നിനക്കത് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ അങ്ങോട്ട് പോയാൽ നിന്റെ വില പോയേ. അമ്മ എന്തു പറഞ്ഞാലും മോൻ അതനുസരിക്കുന്ന എനിക്കറിയാം. അവളുടെ വീട്ടിൽ കിടക്കട്ടെ. മടുക്കുമ്പം അവള് വരും. അവളുടെ വാശിക്കനുസരിച്ച് നീ നിന്ന് കൊടുക്കരുത്. നീ ഒരാണ, ഒരിക്കലും മറക്കരുത്. വിഷമം ഒന്നും വേണ്ടെന്നേ. മോൻ ഇങ്ങോട്ട് പോരെ. ദേ ഭാര്യ പോയാൽ എന്ത്? നിനക്ക് അമ്മയില്ലടാ അമ്മ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് കലി വരികയാണ് കേട്ടോ ഇത് കേട്ടപ്പോഴത്തേക്കും. എരുതിയിൽ എണ്ണ ഒഴിക്കാന്ന് പറഞ്ഞ ഇതൊക്കെയല്ലേ ചെയ്യുന്നത്. എരുതിയിൽ എണ്ണ ഒഴിക്കുക തന്നെയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര ചെയ്യുന്നത്. ഒന്ന് ഓർത്തു നോക്കിയല്ലേ. ഭാര്യയ്ക്ക് ഭാര്യ തന്നെ വേണം, അമ്മയ്ക്ക് അമ്മ തന്നെ വേണം. അല്ലാതെ ഭാര്യയ്ക്ക് പകരം അമ്മയാകാൻ പറ്റുമോ? ഏതായാലും ചന്ദ്ര ഭാര്യയ്ക്ക് പകരം അമ്മയാകാം എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതിക്ക് കലി വരിക. അപ്പൊ ലാസ്റ്റ് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ ശ്രീകാന്ത് ചന്ദ്ര എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ചിലപ്പോ അമ്മമാര് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ശരിയാണെന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കൂല്ലോ. താനൊരാണല്ല, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറയുമ്പോഴത്തേക്കും ആണുങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു ഇത് വരും. അപ്പൊ ആ ഒരു ഇത് നമ്മുടെ ശ്രീകാന്തിന് വന്നു കേട്ടോ. ഇതിൽ ചന്ദ്ര ഇത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്റെ പൊന്ന് സച്ചേട്ട, ഒരു കാര്യം ചെയ്യണം, എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കം മാറ്റാനല്ലേ നോക്കേണ്ടത്? ഇതിപ്പോ വഴക്ക് കൂട്ടുകയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നിനക്ക് എന്റെ അമ്മ ഇതുവരെ മനസ്സിലായില്ലേ? അവർക്ക് വർഷം ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. ഇപ്പൊ വർഷം ഇറങ്ങി പോയപ്പോ സന്തോഷം, അതുകൊണ്ടാ. സച്ചേട്ട അത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം എന്നൊക്കെ പറയണം. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനുണ്ട്. അടുത്ത വിശേഷം എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ജിൽഹാരി അല്ല സോറി, നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മള് അലീനയുടെ കഥയും ഇന്നത്തെ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൂടെ ഒന്ന് കയറി കണ്ടേക്കണേ. ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാനും മറക്കരുതേ.